ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പ് വന്നിരിക്കുന്നത് GTA ബുഗാട്ടി ബോൾഡ് ഒരു കാറിൻ്റെ മോഡുമായിട്ടാണ്. അപ്പോൾ ഈ കാർ മോഡ് പറഞ്ഞാൽ DFF ഓൺലി ഫയലാണ്. അതായത് നിങ്ങൾക്ക് ടെക്സ്റ്റേഴ്സ് പുറത്തുനിന്ന് TXT ടൂൾ വഴി ആഡ് ചെയ്യേണ്ട അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക, അങ്ങനത്തെ സംഭവമാണ് ഗൈസ്. ഇത് സിമ്പിളാണ്, വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. സിമ്പിളായിട്ട് കണ്ട് മനസ്സിലാക്കി ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിനി ചെയ്യേണ്ടത് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ കാണിച്ചു തന്ന മറ്റേ ആ ചെറിയ ഗ്രാഫിക്സ് മോഡിലാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് മറ്റേ വലുതിൽ കാണാൻ പറ്റില്ല. വലുത് ഓൾറെഡി മറ്റേ ഗ്രാഫിക്സ് മോഡ് ഇട്ടപ്പോൾ അതിൽ കാണിച്ചതുണ്ടായിരുന്നു. അപ്പോൾ ഇത് കാണിച്ചിരുന്നത് നിങ്ങൾക്ക് ആ ചെറിയ ഗ്രാഫിക്സ് മോഡിലാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുക്കും. ആ ലിങ്ക് വഴി ആ ഫയൽ ഡൗൺലോഡ് ചെയ്യുക. ഈ ബോൾഡ് കാർ മോഡിൻ്റെ ഫയൽ ഡൗൺലോഡ് ചെയ്യുക. ഇത് എവിടെ വെച്ചാൽ പോയിട്ട് ഇതാക്കണ്ടാവും. ബുഗാട്ടി ബോൾഡ് GTA കാർ മോഡ് പറഞ്ഞ സിപ്പ് ഫയലായിരിക്കും ഉണ്ടാവുക. ZR അർച്ചീവ് വന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് എക്സ്ട്രാക്ട് ചെയ്യുന്ന സാധനം ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എക്സ്ട്രാക്റ്റ് ആയി ഉണ്ടാവും. അപ്പോൾ അവിടെ മുകളിൽ ഫോൾഡർ വരും, ബുഗാട്ടി ബോൾഡ് GTA പറഞ്ഞിട്ട് അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ഉണ്ടാവും ഒരു 2 ഫയൽസ് ഉണ്ടാവും. infernus.dff എന്ന് പറഞ്ഞ ഫയലും ഇൻസ്റ്റാളേഷൻ ഗൈഡും. വേണമെങ്കിൽ നമുക്ക് ഈ ഗൈഡ് വായിച്ച് നോക്കി ഡയറക്റ്റ് അങ്ങ് ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ ഇട്ടെടുത്തു എന്നുള്ളൂ. നമുക്ക് വേണ്ട ഫയൽ ഈ മുകളിലത്താണ് ഗൈസ്. ഈ മുകളിലത്തെ ഈ ഫയലാണ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് GTA IMG ടൂൾ എന്ന് പറഞ്ഞൊരു ആപ്പ് വേണം ഗൈസ്. ഞാൻ കാണിച്ചു തരാം. GTA IMG ടൂൾ പറഞ്ഞൊരു ആപ്പ് വേണം. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്നുണ്ട്. ഞാൻ മീഡിയ ഫയലിൻ്റെ ലിങ്ക് കൊടുത്തേക്കുന്നുണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഓപ്പൺ IMG ഒരു സാധനം വരും. എന്നിട്ട് അവിടെ നിങ്ങളിങ്ങനെ ലൊക്കേറ്റ് ചെയ്ത് നമ്മുടെ ഗെയിമിൻ്റെ ഫയൽ ഉണ്ടാവും, ഗെയിം ഫയൽ. ഞാൻ മറ്റേ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഓൾഡ് ഗ്രാഫിക്സ് മുടങ്ങി ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ലോ ആൻഡ് ഡിവിഷനൊക്കെ പറ്റിയത്. അപ്പോൾ അതിൽ പറയുമ്പോൾ ആൻഡ്രോയിഡിനുള്ള ഡാറ്റയിലാണ് പോകുന്നത്. പക്ഷേ ഈ GTA IMG ടൂളിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഡാറ്റ ഫോൾഡർ ഒരിക്കലും റീഡ് ആവില്ല. ചിലർക്ക് റീഡാവും, എന്താ പ്രശ്നം നിൽക്കാറില്ല. ചിലർക്ക് റീഡാവും, ചിലർക്ക് റീഡാവില്ല. മറ്റേ ആ കുട്ടി ഓർമ്മ പക്ഷേ എനിക്കെന്തായാലും ആവുന്നില്ല. അപ്പോൾ ഞാൻ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് ബാക്ക് ഇറങ്ങും. എന്നിട്ട് വീണ്ടും ZR അർച്ചീവറിൽ പോയിട്ട് ഞാൻ ചെയ്യലിങ്ങനെ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ പോലത്തെ ആ പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ആൻഡ്രോയിഡിൽ പോവുക, ഡാറ്റയിൽ പോവുക, നമ്മുടെ ഗെയിം ഫയൽ എടുക്കുക. ഇതാ കണ്ടോ, home.rockstargames.gts ഈ സാധനം എടുക്കുക. എന്നിട്ട് അവിടെ ഫയൽസിൽ പോവുക. അവിടെ TXDB പറഞ്ഞ ഈ ഒരു സാധനം ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ ഉണ്ടാവും GTA IMG പറഞ്ഞ ഈ സാധനം ഉണ്ടാവും. അത് ജസ്റ്റ് നെക്കി പിടിച്ചിട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള എവിടെയാ വെച്ചാൽ കൊണ്ടുപോയി എന്നിട്ട് പേസ്റ്റ് ചെയ്ത് വയ്ക്കുക, മൂവ് ചെയ്ത് വയ്ക്കുക. കട്ട് ചെയ്യണം കേട്ടോ, കോപ്പി അല്ല, കട്ട് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ ഒന്നുകൂടെ ബാക്ക് വന്നിട്ട് GTA IMG ഓപ്പൺ ചെയ്യുക. എൻ്റെ പോലത്തെ പ്രശ്നമുള്ളവർ മാത്രമേ ഈ കട്ട് ചെയ്ത് വയ്ക്കാൻ പാടുള്ളൂ അവിടെ. എന്നിട്ട് ഓപ്പൺ IMG കൊടുക്കുക. ഓപ്പൺ IMG കൊടുത്തിട്ട് വീണ്ടും നമുക്ക് ആ ഒരു ഫയൽ പോയി സെലക്ട് ചെയ്യണം. അതിപ്പോൾ ഞാൻ സേവ് ചെയ്തിട്ടുണ്ടായിരുന്ന അൽറംസിലായിരുന്നു. അവിടെ പോയി ഇതാ കണ്ടോ, GT3 IMG. അത് ക്ലിക്ക് ചെയ്തിട്ട് അടിയിലുണ്ടാവും സെലക്ടർ ബട്ടൺ, അതായത് സെലക്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇങ്ങനെ കുറേ സാധനങ്ങൾ വരും. ഇവിടുന്ന് മുകളിൽ 3 ഡോട്ട്സ് കാണില്ല, അത് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ഫയൽസ് വിത്ത് റീപ്ലേസ് പറഞ്ഞ സാധനം ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിനക്ക് എന്താ ഡൗൺലോഡ് മറ്റേ എക്സ്ട്രാക്ട് ചെയ്ത് വെച്ച ഫയലുള്ള സ്ഥലത്തേക്ക് പോവുക. എന്നിട്ട് അവിടെ തന്നിട്ടുണ്ടായിരുന്ന മറ്റേ ഈ infernus.dff പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് സെലക്ട് അടിക്കുക. അപ്പോൾ അത് ജസ്റ്റ് പ്രോസസ്സിങ് ആയിരിക്കും കാണിക്കും. എന്നിട്ട് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ബാക്കൊന്നും പോകരുത്, ഇവിടുന്ന് ബാക്ക് പോകാൻ പാടില്ല. എന്നിട്ട് വീണ്ടും 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ അടിയിലുണ്ടോ റീബിൽഡ് പറഞ്ഞ സാധനം, ആ റീബിൽഡ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇത് ഫുള്ളാവുന്നവരെ വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ റീബിൽഡ് ഫുള്ളായിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ GTA IMG ടൂളിൽ നിന്ന് ശരിക്കും നിങ്ങൾക്ക് ഡയറക്റ്റ് ഡാറ്റ ഫയൽസിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ തന്നെ മോഡ് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു. അങ്ങനെ ചെയ്യാൻ പറ്റാത്തവർ ഇനി ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഇപ്പോൾ കണ്ടോ, കുറച്ച് 300 MB ഉണ്ടായിരുന്ന സാധനം ഈ ഫയലിൻ്റെ GTA IMG ഇപ്പോൾ 308 അതായത് ആ ഒരു കാറിൻ്റെ മോഡിലേക്ക് ആഡായി. ഇനി ജസ്റ്റ് ഈ ഫയൽ ക്ലിക്ക് ചെയ്ത് വെച്ച് കട്ട് ചെയ്യുക. കുറച്ച് കഴിയുമ്പോൾ അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ടിട്ടിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അതല്ലെങ്കിൽ അവിടെ കോപ്പി ചെയ്ത് അവിടുത്തെ ഒരു മാറ്റം വരില്ല. ഇതിവിടെ കട്ട് ചെയ്തിട്ട് വീണ്ടും ഡിവൈസ് സ്റ്റോറേജിൽ പോവുക. ആൻഡ്രോയിഡിൽ ഡാറ്റയിൽ നമ്മുടെ ഗെയിം ഫയലിൽ കൊണ്ടുപോയി തന്നെ തിരിച്ചിടുക. അത് എവിടെ നിന്നാണ് എടുത്തത് അവിടെ തന്നെ കൊണ്ട് തിരിച്ച് വയ്ക്കുക. ഗെയിം ഫയൽ എടുക്കുക, അവിടെ ഫയൽസ് ഉണ്ടാവും, അവിടെ TXDB എടുക്കുക, എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, ഞാൻ എപ്പോഴും കാര്യം പറയുകയാണ്, കോപ്പി ചെയ്യരുത്. കോപ്പി ചെയ്താൽ ഇവിടെ ഇതിൻ്റെ ഒരു കോപ്പി ഇവിടെ തന്നെ കിടക്കും, മറ്റേ വേറെ കോപ്പിയാണ് നമ്മൾ എടുത്തുകൊണ്ട് പോകുന്നത്. ഇത് കട്ട് ചെയ്താൽ മാത്രമേ ഇവിടുന്ന് ഫുള്ളായിട്ട് പോയി അവിടെ എത്തുള്ളൂ കേട്ടോ ഗൈസ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞപ്പോഴേക്ക് റെക്കോർഡറും ക്രാഷ് ആയിപ്പോയിണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലത്. അതായത് ഡാറ്റ ഫോൾഡർ ആക്സസ് ചെയ്യാൻ പറ്റാത്തവർ കേട്ടോ എൻ്റെ പോലെ ഇങ്ങനെ കട്ട് ചെയ്ത് അപ്പുറത്ത് കൊണ്ടിട്ടൊക്കെ ചെയ്യേണ്ടത്. അല്ലാത്തവർക്ക് സുഖമായിട്ട് അവിടെ നിന്ന് തന്നെ GTA IMG സെലക്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞ തന്നെ ചെയ്താൽ മതി. അപ്പോൾ ഈ മോഡ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് നമുക്ക് ഗെയിമിൽ കയറിയിട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, സാധാരണ ഗെയിമിൽ കയറുക. എന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കാർ എടുക്കേണ്ടത് പറഞ്ഞുതരാം. വെയിറ്റ് ചെയ്യട്ടോ ഗൈസ്. ഓക്കെ, ഗെയിം ലോഡായിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യുക.
ഗൈസ് പിന്നെ നിങ്ങൾക്ക് ഈ ഗ്രാഫിക്സ് മോഡിൻ്റെ അന്ന് വീഡിയോ തന്നു ആദ്യമായിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഈ ഗ്രാഫിക്സ് മോഡ് ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ ഇട്ടപ്പോൾ അന്ന് എല്ലാം കിട്ടുന്നില്ല പറഞ്ഞത്. ഇപ്പം ഞാനിട്ട് ഇന്നലെ മിനിഞ്ഞാന്നിട്ടുണ്ടെങ്കിൽ RTX ഗ്രാഫിക്സ് മോഡിൻ്റെ കൂടെ ഇട്ടപ്പോൾ അതിൻ്റെ അടിയിൽ ഓൾഡ് ഗ്രാഫിക്സ് മോഡ് പറഞ്ഞിട്ട് ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഗൈസ്. അതും അന്ന് വീഡിയോ ഇട്ടപ്പോൾ കാണിച്ച് ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ വീഡിയോയിൽ കാണിച്ചപ്പോൾ ഉള്ള ഗ്രാഫിക്സ് അല്ല ഗൈസ്, കുറച്ചുകൂടെ എൻഹാൻസ്ഡ് കേട്ടോ ഗൈസ്. ഇതിനകത്ത് കുറച്ചുകൂടെ ഒരു ഡീറ്റെയിലിംഗ് ഒക്കെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് തന്നെ കാർ എടുക്കേണ്ടെങ്കിൽ ഞാൻ കാണിച്ചിട്ടോ ഗൈസ്. ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് മുകളിൽ സ്വൈപ്പ് ചെയ്യാം, നമ്മുടെ ക്ലിയർ മോഡ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് സ്വൈപ്പ് ചെയ്യുമ്പോൾ ക്ലിയർ മോഡ് ഓപ്പൺ ആവും. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ സെലക്ട് ചെയ്ത് കാർ സ്പോൺ സെലക്ട് ചെയ്യുക, സ്ക്രീനിൻ്റെ സെൻറ്റർ ക്ലിക്ക് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ഇവിടെ ലെഫ്റ്റ് റൈറ്റ് ഉണ്ടാവും, അങ്ങനെ റൈറ്റിനെ ക്ലിക്ക് ചെയ്ത് അങ്ങനെ കുറച്ച് നിന്ന് തപ്പി നോക്കുക. അപ്പോൾ അങ്ങനെ കുറച്ച് പോകുമ്പോൾ അവിടെ കണ്ട ഗൈസ് നമ്മുടെ ബോഡി ബോൾഡിൻ്റെ കാർ ഇതാണ് കേട്ടോ ഗൈസ്. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ലെഫ്റ്റ് റൈറ്റ് മാറ്റി കളിച്ചാൽ കളറൊക്കെ മാറ്റി പറ്റും കണ്ട ഗൈസ്. ഇപ്പോൾ വൈറ്റായി. അതാ എനിക്കിഷ്ടം ഒരു ഡാർക്ക് ബ്ലൂ, അതാ പോയി ഗൈസ്. എനിക്കിഷ്ടം ഡാർക്ക് ബ്ലൂ കളറാണ് ഗൈസ്. ഇതാണ് ഗൈസ് എനിക്കിഷ്ടം. അതാണ് ഗൈസ് നമ്മുടെ കാറിൻ്റെ മോഡ്. പിന്നെ ഇത് പറഞ്ഞാൽ നമുക്ക് മറ്റേ ടെക്സ്റ്റേഴ്സ് ഒന്നും പുറത്തുനിന്ന് ആഡ് ചെയ്യുന്ന ആവശ്യമില്ല. അത് DFF ഫയൽ മാത്രമായതുകൊണ്ട് ഓൾറെഡി GTA മോഡൊക്കെ ചെയ്യുന്നവർക്ക് എന്താണെന്ന് അറിയാൻ പറ്റും. DFF ഫയൽ എന്താണ്, TXT ഫയൽസ് എന്തൊക്കെയാണെന്ന്. അതായത് DFF ഫയൽ പറഞ്ഞാൽ ഇതിലുള്ള മോഡൽസാണ്. അതായത് ഓരോരോ മോഡൽസ്. ഇപ്പം ഒരാളുടെ ഒരു ബോഡി ആണെങ്കിൽ അതിനൊരു DFF ഫയൽ എന്ന് പറയും. ഇതിപ്പോൾ ഒരു DFF ഫയലാണ്. വിത്ത് സാധാരണ DFF ഫയൽസിലൂടെ മോഡ്സ് ആഡ് ചെയ്യുമ്പോൾ DFFൻ്റെ കൂടെ ടെക്സ്റ്റേഴ്സ് നമ്മൾ താഴെ ആഡ് ചെയ്യണം. പക്ഷേ ഇതാണെങ്കിൽ DFFൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട് അതിൻ്റെ ടെക്സ്റ്റേഴ്സ്. ഇത് നമുക്ക് മറ്റേ ഹൈ ഗ്രാഫിക്സിലിട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ കാർ മോഡ് പറഞ്ഞാൽ. അയ്യോ ഫുൾ ഇട്ടായിപ്പോയി. അങ്ങോട്ട് ഗൈസ് ആ ഡീറ്റെയിലിംഗ് ഒക്കെ പക്ക ബോൾഡിനെ പോലെ തന്നെ ചെയ്യുന്നുണ്ട്. റിയൽ ലൈഫ് ബോൾഡ് പോലെ തന്നെ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ലൈറ്റിംഗ് ഒക്കെ ലേശം പ്രശ്നമാണ് ഗൈസ്. പോലീസ് അടിക്കാതെ അതിൽ വാണ്ടർ ലെവലും കൊണ്ടുപോയാൽ ഞാൻ ഗൈസ്. പിന്നെ ഈ ഗ്രാഫിക്സ് മോഡിൽ ചെറിയ പ്രശ്നമുണ്ട് ഗൈസ്. നമുക്ക് വാണ്ടർ ലെവൽ വന്നാൽ എത്രയാണ് സ്റ്റാർ എന്ന് അറിയാൻ പറ്റില്ല. അങ്ങനെ പ്രശ്നമുണ്ട്. പോയോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റില്ല. അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് കാണിച്ചത് എങ്ങനെയാണ് ഈ ഗ്രാഫിക്സ് മോഡ് നമുക്ക് ആ ഗ്ലിച്ചില്ലാതെ കളിക്കാൻ പറ്റുകയാണ്. ജസ്റ്റ് മാപ്പ് ഓപ്പണിംഗ് സെറ്റിങ്സ് എടുത്തിട്ട് ഗ്രാഫിക്സ് സെറ്റിങ്സിൽ ഷേഡിങ് കാർ റിഫ്ലക്ഷൻ ഒക്കെ ഓഫ് ചെയ്തിടുക. എന്നിട്ട് ബ്രൈറ്റ്നസ് 0 ഇടുക. ബ്രൈറ്റ്നസ് 0 ഇട്ടാൽ 0 വേണമെങ്കിൽ ഒരു 20 ഇട്ടാൽ മതി. ഇപ്പം അത്യാവശ്യം കുഴപ്പമില്ലാതിരിക്കാൻ കളിക്കാൻ പറ്റുന്നതായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം എനിക്ക് ഇടുമ്പോൾ അത്യാവശ്യമായി കളിക്കാൻ വേണ്ടി ഗൈസ്. കണ്ടോ ഗൈസ്, ഇങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ ഈ മോഡിന്. പിന്നെ ഈ കാറിൻ്റെ മോഡിന് ഒരു പ്രശ്നം കേട്ടോ ഗൈസ്. നല്ല അടിപൊളി ഡീറ്റെയിലിംഗ് ആയിട്ടാണ് ചെയ്തിട്ടുണ്ട്. കാറിൻ്റെ നിങ്ങൾ എങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെക്ക് ചെയ്തു അതിനുള്ള എല്ലാ എൻജിൻസ് അങ്ങനെ എല്ലാം നമുക്ക് കാണാൻ പറ്റും സുഖമായിട്ട്. അതേപോലെ തന്നെ അടുത്ത വേറെ കാർ മോഡാണ് വേണ്ടത് വെച്ചാൽ നമുക്ക് പറഞ്ഞാൽ മതി. അപ്പോൾ എല്ലാവർക്കും ഈ കാർ മോഡ് ഇഷ്ടപ്പെട്ട് കഴിക്കുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്തേത് കാർ മോഡ് വേണ്ട വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. കാർ മോഡാണോ അല്ലെങ്കിൽ സൂപ്പർമാൻ അങ്ങനത്തെ ഹീറോസിൻ്റെ ഒക്കെ മോഡ്സ് ആണോ വേണമെങ്കിൽ പറഞ്ഞാൽ ഞാൻ ചെയ്തു തരുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ബൈ.